നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 316 316. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 25-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമാണ് ഇന്ന് മുതൽക്ക് പറയേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. മൈത്രേയ ഉവാച. ശ്ലോകം 1. ഇതി സന്ദിശ്യ ഭഗവാൻ ബാർഹിശ്രദ്ധൈരഭിഭൂജിത പശ്യതാം രാജപുത്രാണാം തത്രൈവ അന്തർധതേ ഹരാം. ജ്ഞാനമൂർത്തിയായ ശിവൻ ഇപ്രകാരം ഉപദേശിച്ചിട്ട് ബർഹിഷ്ഠത്തിൻ്റെ പുത്രന്മാരാൽ സാദരം പൂജിക്കപ്പെട്ട് രാജപുത്രന്മാർ നോക്കി നിൽക്കെ അവിടെ നിന്ന് അന്തർധാനം ചെയ്തു, മറിഞ്ഞു എന്ന് പറഞ്ഞു. പ്രചേതസ്സുകൾക്ക് ഉപദേശം ചെയ്തിട്ട് എന്ന് പറയാം. അതാ ഈ പ്രചേതസ് എന്നുള്ളതിനാണ് ബർഹിഷ്ഠത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം മൈത്രേയർ പറഞ്ഞു. ജ്ഞാനാനന്ദ സ്വരൂപനായ ശ്രീ ശിവൻ ഇപ്രകാരം ഉപദേശിച്ചപ്പോൾ ആദരപൂർവം പ്രചേതസ്സുകൾ ബാർഹിഷദ എന്ന് പറഞ്ഞല്ലോ, സ്വസ്ത്ര നമസ്കാരാദികൾ ചെയ്ത് പൂജിച്ചു. അപ്പോൾ ഈ സ്വസ്ത്രം ചെയ്യുക, നമസ്കരിക്കുക, പ്രദക്ഷിണം ചെയ്യുക, അഞ്ജലി ബന്ധം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഒരു ക്ഷേത്രാരാധന ചെയ്യുന്ന ഏതൊരാൾക്കും സ്ത്രീ പുരുഷ ഭേദ വ്യത്യാസമില്ലാണ്ട് സ്ത്രീകൾ മുട്ടുകുത്തി നമസ്കരിക്കണം, പുരുഷന്മാർ നീണ്ടു നിവർന്ന് നമസ്കരിക്കണം. ഇത് ഒരു അപേക്ഷയല്ല, ഉപേക്ഷയാവരുതെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉപേക്ഷിക്കാണ്ടിരിക്കുക. നമസ്കാരം, പ്രദക്ഷിണം, അഞ്ജലി ബന്ധം. അപ്പോൾ പറയണു, രാജപുത്രന്മാരായ അവർ ഭഗവാന്റെ രൂപത്തെ നോക്കിക്കൊണ്ട് നിൽക്കെ ഭഗവാൻ അവിടെ തന്നെ മറയുകയും ചെയ്തു എന്നാ പറഞ്ഞത്. ഇനി ശ്ലോകം 2. രുദ്രഗീതം ഭഗവത സ്വസ്ത്രം സർവേ പ്രചേതസ ജപസ്തന്തേ തപസ്തേ ഭുർവർഷാണാം മയുധം ജലേ. അപ്പോൾ ശിവൻ ഇവർക്ക് ഉപയോഗിച്ച ഗീതത്തിനെയാണ് രുദ്രഗീതം എന്ന് പറയുന്നത്. രുദ്രനാൽ ഗീതം ചെയ്യപ്പെട്ടത്. ഞാൻ നാരായണ കവചം എന്ന് ഇന്നലെ എവിടെ ഒരു പ്രാവശ്യം പറയുന്നുണ്ടായിട്ടുണ്ട്. നാരായണ കവചം എന്താണെന്നാ പറയുക, ഇന്ദ്രൻ്റെ അഹങ്കാരം കാരണം വേറൊരാളെ ഇന്ദ്രനാക്കി തീർത്ത ആ കഥയിലാണ് വരിക. അതിവിടെ അല്ല, മനസ്സിലായില്ലേ? എനിക്ക് എല്ലാ കഥയും ഒരേപോലെ ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് രുദ്രഗീതം? രുദ്രനാൽ ഗാനം ചെയ്യപ്പെട്ട ഭഗവാന്റെ സ്വസ്ത്രത്തെ ആ പ്രചേതസ്സുകൾ സർവരും ജപിക്കുന്നവരായിട്ട് അയുധം വർഷകാലം, 1000 വർഷം നടത്തും. 1000 വർഷം അയുധം ജലത്തിൽ തപസ്സു ചെയ്തു എന്നാണ് പറഞ്ഞത്. ശ്രീ രുദ്രൻ ഉപദേശിച്ചതായ ഭഗവത് സ്വസ്ത്രത്തെ ജപിച്ചുകൊണ്ട് ആ പ്രചേതസ്സുകൾ എല്ലാ പേരും, അയുധം എന്ന് പറഞ്ഞാൽ ഞാൻ 1000 എന്നാണ് പറഞ്ഞത്, അത് വേറൊരു ഭാഷയാണ്. സത്യത്തിൽ എത്രയാണ്? 10000 എന്നാണ്. 10000 സംവത്സരക്കാലം ജലത്തിൽ സ്ഥിതന്മാരായിട്ട് തപസ് ചെയ്തു എന്ന് പറഞ്ഞു. 3-ാമത്തെ ശ്ലോകം കേൾക്കുക. പ്രാചീന ബർഹിഷം ക്ഷത്ത കർമ്മസ്വാസക്തമാനസം നാരദോ അധ്യാത്മതത്വജ്ഞ കൃപാലു പ്രത്യബോധയത്. ഇവിടെയാണ് നാരദന്റെ രംഗപ്രവേശം. എങ്ങനെ? ഹേ വിദുര, കർമ്മങ്ങളിൽ ആസക്തിയുള്ള മനസ്സോടുകൂടിയ പ്രാചീന ബർഹിസ്സുകളെ പരമാത്മാവിൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന കരുണാശീലനായ നാരദർ
പ്രതിബോധിച്ചു. അതിൻ്റെ ഭാവാർത്ഥം പ്രചേതസ്സുകളുടെ തപസ്സിൻ്റെ സ്വഭാവത്തെ വിവരിച്ച ശേഷം അവരുടെ പിതാവായ പ്രാചീന ബർഹിസിൻ്റെ അവസാന ചരിതത്തെ പറയുന്നു. ഹേ വിതുര, വേദോക്തങ്ങളായ കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിൽ വളരെ തൽപരനായിരിക്കുന്ന പ്രാചീന ബർഹിസിന് പരമാത്മ സാക്ഷാത്കാരത്താൽ പ്രാണികാരുണ്യശീലനായിരിക്കുന്ന ആ വാക്ക് ശ്രദ്ധിക്കണം. പ്രാണികാരുണ്യശീലനായിരിക്കുന്ന ശ്രീനാരദൻ തത്വജ്ഞാനം ഉപദേശിച്ചു എന്ന് പറയണു. യാഗാദി കർമ്മങ്ങളെ ബഹുകാലം അനുഷ്ഠിക്കുന്നത് കൊണ്ട് അന്ധക്കരണം രാഗാദി ദോഷങ്ങളിൽ നിന്ന് മുക്തമായി വരും. അതിനെ തന്നെ ചിത്തശുദ്ധി എന്ന് വേദാന്തത്തിൽ പറയുന്നു. ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? അന്ധക്കരണം രാഗാദി ദോഷങ്ങളിൽ നിന്ന് മുക്തമാവുന്നതിനെയാണ് പറഞ്ഞത്. അപ്പോൾ ചിത്തം ശുദ്ധമാകുമ്പോൾ തത്വജ്ഞാനികളുടെ കൃപാകടാക്ഷത്തിന് അപ്പോഴാണ് നാരദർ വരുന്നത്. കൃപാകടാക്ഷത്തിന് പാത്രീഭൂതരായി വരും. ആ മാർഗത്തിൽ പ്രവേശിച്ച് പരമസാക്ഷാത്കാരം അനുഭവിപ്പാൻ ഇടവരും എന്നുള്ള വേദാന്ത ശാസ്ത്രസാരത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് ഇവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. എത്ര കാലം കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും മോക്ഷം സിദ്ധിക്കുകയില്ല. ഇപ്പോഴത്തെ ഈ സപ്താഹങ്ങളൊക്കെ എന്താ? കർമ്മം ചെയ്യിപ്പിക്കലാണ്. അതായത് ഭഗവാന്റെ അവതാരം വരുമ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ്റെ ബൊമ്മേനെ എടുത്തിട്ട് നൃത്തം ചെയ്യാൻ പറയും ആചാര്യന്മാർ. തെറ്റാണതൊക്കെ. പറഞ്ഞോ? അല്ലെങ്കിൽ ചില കുൽസിത ബുദ്ധിയുള്ള ഭക്തന്മാർ തുനിഞ്ഞിറങ്ങും, സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കും. അതൊന്നുമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കലും ഇമാതിരി കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മോക്ഷം പടിവാതിൽക്കൽ വരില്ല. അപ്പോൾ ചിത്തശുദ്ധി ദ്വാര ജ്ഞാനമുണ്ടായാൽ മാത്രമേ, ചിത്തശുദ്ധി വന്നാൽ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ പ്രമാണത്തിൽ കാണപ്പെടുന്ന സ്ഥലത്തൊക്കെ ഭഗവത് തേജോപുഞ്ചമായിട്ട് കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ജ്ഞാനമുണ്ടായാൽ മാത്രമേ മോക്ഷാർഹനാകുകയുള്ളൂ. ജ്ഞാനം സാക്ഷാൽ മോക്ഷസ്യ കാരണം എന്നൊരു പ്രമാണമുണ്ട് എന്ന തത്വത്തെ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുണ്ടായി. ഇനി 4-ാമത്തെ ശ്ലോകം. ശ്രേയസ്ത്വം കഥം മദ്രാജൻ കർമ്മണ ആത്മനൈഹസേ ദുഃഖഹാനി സുഖാവാപ്തി ശ്രേയസ്തന്നേഹ ചേഷ്യതേ. എന്താ പറഞ്ഞത്? ഹേ രാജാവേ, കർമ്മത്താൽ ഏതൊരു ശ്രേയസ്സിനെ ആത്മാവിന് അങ്ങ് ആഗ്രഹിക്കുന്നു, ശ്രേയസ് ദുഃഖനാശവും സുഖപ്രാപ്തിയും ആകുന്നു, കർമ്മത്തിൽ ഇച്ഛിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് കർമ്മത്തിൽ ഇച്ഛിക്കപ്പെടാൻ പാടില്ല എന്നർത്ഥം. അതായത് നിഷ്കാമമായിട്ട് ഭഗവത് പാദാരവിന്ദത്തിൽ അഞ്ജലിബന്ധം ചെയ്ത് നമസ്കാരാദി പ്രദക്ഷിണങ്ങൾ ചെയ്ത് ഈശ്വരപ്രീതിക്ക് പാത്രീഭൂതരായാൽ ഉറപ്പിക്കാം മോക്ഷമുണ്ട് എന്നുള്ളത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുന്നു. അന്ധക്കരണത്തിൽ മാലിന്യമുള്ളവരോട് ചെയ്യുന്ന തത്വോപദേശം സഫലമായി വരില്ല. അതാണ് അന്ധക്കരണത്തിൽ മാലിന്യമുള്ളവരോട് ചെയ്യുന്ന തത്വോപദേശം. അപ്പോൾ പറയണു, അതിനാൽ രാജാവിൻ്റെ അന്ധക്കരണശുദ്ധിയെ പരീക്ഷിപ്പാനായിട്ട് ശ്രീ നാരദൻ രാജാവിനോട് ചോദിക്കുന്നു. ഹേ രാജൻ, രാജാവായ അങ്ങയുടെ സകല വ്യാപാരവും വിചാരപൂർവമായിരിക്കണമല്ലോ. ആയിരിക്കരുത്, വിചാരപൂർവമായിരിക്കണം. പ്രാകൃതന്മാരെ പോലെ പൂർവാപര ചിന്ത കൂടാതെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് രാജോചിതമല്ല. അതിനാൽ ഞാൻ ചോദിക്കുന്ന വിഷയത്തിൽ മനസ്സിരുത്തി മറുപടി പറയണം. അങ്ങ് ബഹുകാലമായിട്ട് വേദോക്ത കർമ്മങ്ങളെ നടത്തുന്നുവല്ലോ. അങ്ങക്ക് എന്തൊരു വിധമായ ശ്രേയസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാണ് ഈ കർമ്മങ്ങളെ നടത്തുന്നത്. 100 രൂപ കൊടുത്താൽ എന്താ പറയുക, നരസിംഹഹോമത്തിൽ പങ്കെടുത്താൽ എല്ലാം ആയി എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആൾക്കാർ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്താഗ്രഹിച്ചാണ് കർമ്മങ്ങളെ നടത്തുന്നത് എന്ന് ചോദിക്കണം.
തൽക്കാല ദുഃഖനിവൃത്തിയും തുച്ഛ സുഖപ്രാപ്തിയും കർമ്മഫലമാണെന്നുള്ളത് സത്യം തന്നെ. പക്ഷേ വിവേകികൾ അത്രമാത്രം കൊണ്ട് സന്തുഷ്ടന്മാരാകുന്നവരല്ലല്ലോ. ദുഃഖങ്ങളുടെ ആത്യന്തിക നിവൃത്തിയും പരമാനന്ദപ്രാപ്തിയുമാണ് പരമശ്രേയസ്സെന്നല്ലയോ വിവേകികളുടെ നിശ്ചയം. ആ ശ്രേയസ് കർമ്മം കൊണ്ട് സിദ്ധിക്കുകയില്ലെന്ന് നിശ്ചയം തന്നെ. പുനർജന്മ മരണങ്ങൾക്ക് കാരണമാണ് കർമ്മം. അതാണ് പറഞ്ഞത്. ഈ ആഗ്രഹാഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന കർമ്മങ്ങളൊക്കെ പുനർജന്മത്തിന് ഹേതുക്കളാവും. അപ്പോൾ നമ്മൾക്ക് ആത്യന്തികമായിട്ടുള്ള ക്ഷേമം ഉണ്ടാവില്ല. അതുകൊണ്ട് മോക്ഷകാരണമാകുന്നില്ല എന്ന് പറയുന്നു. ജ്ഞാനം തന്നെ മോക്ഷകാരണമെന്നാണ് ചോദ്യത്തിൽ അടങ്ങിയ സാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാജാവ് മറുപടി പറയുന്നു നാരദരോട്. 5-ാമത്തെ ശ്ലോകം നോക്കുക. ന ജാനാമി മഹാഭാഗ പരം കർമാപവിദ്ധതി ബ്രൂഹി മേ വിമലം ജ്ഞാനം യേന മുച്യേയ കർമ്മഭീ. അതായത് മഹാഭാഗ്യശാലിയായുള്ളവനെ. അപ്പോൾ ഈ പ്രജേതസ്സുകളുടെ അച്ഛൻ നാരദരെ എങ്ങനെ സംബോധന ചെയ്തത്? മഹാഭാഗ്യശാലിയായുള്ളവനെ, കർമ്മങ്ങളാൽ ചലിക്കുന്ന ബുദ്ധിവൃത്തിയോടുകൂടിയ ഞാൻ ഉത്കൃഷ്ടമായതിനെ അറിയുന്നില്ല. അതാണ് സ്വന്തം ഉദരം നിറയ്ക്കുക എന്നല്ലാതെ കണ്ട് ത്രിഗുണങ്ങളെ പറ്റിയോ ത്രിഗുണാതീതനായിരിക്കുന്ന ഈശ്വരനെ പറ്റിയോ പറഞ്ഞു കൊടുക്കാൻ സാധിക്കാണ്ട് ആയാൽ അത് വലിയ വിപത്തിലേക്ക് പോവാം. അതുകൊണ്ടാണ് പറഞ്ഞത് യാതൊന്നിനാൽ കർമ്മങ്ങളാൽ മോചിക്കപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കൂ. ബഹുകാലം വേദോക്ത കർമാനുഷ്ഠാനങ്ങളുടെ ഫലത്താൽ ചിത്തശുദ്ധിയെ പ്രാപിച്ചിരിക്കുന്ന രാജാവ് മറുപടി പറയുന്നു. ഹേ ഭാഗ്യവാനായ മുനെ, അതാത് കർമ്മങ്ങൾക്കുള്ള ഫലങ്ങളെ കേൾക്കുന്ന സമയം അതാത് ഫലങ്ങളിൽ കാംക്ഷയോടുകൂടിയ ഞാൻ കർമ്മങ്ങളെക്കാൾ ഉത്കൃഷ്ടവും പുണ്യപാപപരരൂപങ്ങളായ കർമ്മങ്ങളിൽ നിന്ന് മോചിപ്പാൻ കാരണവുമായിരിക്കുന്ന നിർമ്മലമായ ജ്ഞാനത്തെ അറിയുന്നില്ല. നിന്തിരുവടി എനിക്ക് ജ്ഞാനം ഉപദേശിക്കണം. ഇതാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം? ഭഗവാനാണ് നാരദരെ ഈ രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. എല്ലാത്തിനും കാരണവും കാര്യവും ഭഗവാനാണ് നിശ്ചയിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ 6-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഗൃഹേഷു കൂടധർമ്മേഷു പുത്രധാരാധനാർത്ഥധേ ന പരം വിന്ദതേ മൂഢോ ബ്രാഹ്മ്യൻ സംസാരവർമ്മസു. പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ? ഭഗവാനെ മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഈസിയാണ്. അതായത് പുത്രന്മാർ, ഭാര്യമാർ, ധനങ്ങൾ ഇവയിൽ പുരുഷാർത്ഥ ബുദ്ധിയോടുകൂടിയ അറിവില്ലാത്തവൻ, വ്യാജമായ ധർമ്മത്തോടു കൂടിയിട്ടെന്ന കപടഭക്തിയോട് കൂടിയിട്ടെന്നർത്ഥം. ഗൃഹങ്ങളിലും സംസാരമാർഗങ്ങളിലും ഭ്രമിക്കുന്നവനായിട്ട് ഉത്കൃഷ്ട പുരുഷാർത്ഥത്തെ പ്രാപിക്കുന്നില്ല. അതിനാണ് വിന്ദതേ. ഇവിടെ നിന്ദതേന്നാ നടക്കണത്. നമ്മളെന്താ ചെയ്യുന്നത്? ഭാഗവതത്തെ നിന്ദിക്കുക ചെയ്യുന്നത്. അതിനെ വന്ദിക്കാൻ പഠിക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ഭഗവൻ ഞാൻ മാത്രമല്ല, ലോകത്തിൽ മിക്ക ജനവും, ആ മിക്ക ജനത്തിൽ നമ്മൾ പോരുത്. നമ്മൾ എക്സെപ്ഷണൽ കേസായിട്ട് നിൽക്കണം. ഇത്തരക്കാർ തന്നെ ഓരോ കർമ്മങ്ങൾക്കും അക്ഷയമായ ഫലം സിദ്ധിക്കും എന്ന് മധുരമായി ഫലശ്രുതി പറയുന്ന വേദവാക്യങ്ങളിൽ ഭ്രമിച്ചിട്ട് ഗൃഹസ്ഥാശ്രമികളെ അവർക്ക് വിധിച്ചിരിക്കുന്ന കാമ്യകർമ്മങ്ങളിലും പുത്രന്മാർ, ഭാര്യമാർ, ധനാദികൾ ഇവയിലും പരമാർത്ഥ ബുദ്ധിയെ ഉറപ്പിക്കുന്നു. അതല്ല വിദ്യ. മോക്ഷത്തിൽ ഭഗവാന് അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ അടിമകളാവാൻ കാരണം എന്താ? പ്രപഞ്ചം കാണപ്പെടുന്നതാണ്. ഈശ്വരൻ കാണപ്പെടാത്തവനാണ്. ഈശ്വരൻ അനുഭവിക്കണം. ഈശ്വരീയതയെ അനുഭവിക്കുന്നവനാണ് ഈശ്വരനെ അനുമാനങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. നിരന്തരം കാമ്യകർമ്മങ്ങളെ ചെയ്യുന്നതിനാൽ വീണ്ടും വീണ്ടും ജനന മരണങ്ങൾക്ക് പാത്രീഭൂതന്മാരാകുന്നു.
അത് നിമിത്തം പരമപുരുഷാർത്ഥ രൂപമായ മോക്ഷം അവർക്ക് സിദ്ധിക്കുന്നില്ല. അതിനാൽ എന്നെ ആ കർമ്മബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മോക്ഷത്തിന് കാരണമായ പരിശുദ്ധ ജ്ഞാനത്തെ നിന്തിരുവടി കൃപ ചെയ്ത് പറയണം എന്നാണ്. അപ്പോൾ പ്രത്യേകിച്ച് കുരുമ്പലത്ത് ശിവൻ പരീക്ഷിച്ച് പാശുപതാസ്ത്രം കൊടുക്കുന്ന ഭാവത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ രുദ്രഗീതം പറയാതെ കണ്ട ഒരു സപ്താഹം ഇവിടെ പറ്റില്ല, ഏൽക്കില്ല. അപ്പോൾ പ്രശ്നമുണ്ടേ. അപ്പോൾ രുദ്രഗീതത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് അറിയാത്തവരായിപ്പോയി. അപ്പോൾ നാരദ വാച, അപ്പോൾ നാരദർ ഉത്തരം പറയണു 7ാമത്തെ ശ്ലോകം കൊണ്ട്. ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യത്വയാധ്വരേ സംജ്ഞാപിതാൻ ജീവസംഘാൻ നിർഗൃണേന സഹസ്രശാം. ഭോ ഭോ പ്രജാപതേ എന്ന് പറഞ്ഞാൽ രാജൻ, ഹേ പ്രജാപാലനം ചെയ്യുന്ന രാജാവേ, കരുണയില്ലാത്ത അങ്ങയാൽ യാഗത്തിൽ ഹനിക്കപ്പെട്ട, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര ആടിനെയും മാടിനെയും കോഴീനെയും നമ്മൾ തിന്നിട്ടുണ്ട്. അപ്പോൾ കരുണ ഇല്ലാത്ത അങ്ങയാൽ യാഗത്തിൽ ഹനിക്കപ്പെട്ട അനേകം പശുപ്രാണി സമൂഹങ്ങളെ കണ്ടാലും അവരൊക്കെ അവിടെ ഇരുമ്പ് ഈ ഇരുമ്പ് കൊക്കായിട്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിനെ വലിച്ചു കീറാൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഇതല്ലേ നമ്മൾ 6, 8, 10, 12 ഇതിൽ പഠിക്കേണ്ടത്. അപ്പോൾ പറയണു അതിൻ്റെ ഭാവാർത്ഥം. പ്രാചീന ബർഗസിൻ്റെ കർമ്മത്തിൽ വെറുപ്പും ജ്ഞാനത്തിൽ ആദരവും ഉണ്ടെന്ന് കണ്ടുവെങ്കിലും അതിന് ഇളക്കം വരാതിരിക്കണമെന്നുള്ള കരുണയാൽ യോഗവൈഭവത്താൽ ശ്രീ നാരദമുനി രാജാവ് യാഗത്തിൽ സംഹരിച്ച പശുക്കളെ കാട്ടിക്കൊടുക്കുന്നു. ഹേ രാജൻ, അങ്ങ് പ്രജകളെ പരിപാലിക്കുന്നതായ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കെ കാരുണ്യമില്ലാതെ യാഗങ്ങളിൽ അനേകമായി വധിച്ചിരിക്കുന്ന പ്രാണിവർഗങ്ങൾ ഒന്നായി ചേർന്ന് നിൽക്കുന്നതിനെ നോക്കുക. പ്രജാപാലകൻ ഈ വിധം പ്രവർത്തിച്ചത് എത്രത്തോളം അധർമ്മമായെന്ന് ആലോചിക്കുക. പ്രാണികാരുണ്യമില്ലാതെ പ്രജാപാലകൻ എങ്ങനെ യഥാർത്ഥ പ്രജാപാലകനാകും? പ്രജാഘാതകനല്ലയോ? പ്രജകളെ, അതായത് ഈ കാട്ടിലും നാട്ടിലുമുള്ള ആട് മാട് കോഴികൾ കൂടി രാജാവിൻ്റെ പ്രജകളാണ്. അവർക്കും ആത്മീയ ചൈതന്യമുണ്ട്. അതുകൊണ്ട് അവരെ കൊന്നു തിന്നാൽ എത്രയായാലും അത് സനാതനധർമ്മത്തിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അവസ്ഥയായിട്ട് വരും. ആ വിധം പ്രവർത്തിക്കുന്നത് രാജധർമ്മമോ എന്ന് ആലോചിക്കുക. പശ്വാദികളും പ്രജകളിൽ ഉൾപ്പെട്ടവ തന്നെ. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഞാനല്ല പറഞ്ഞത്, ഭഗവാൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പശ്വാദികളും പ്രജകളിൽ ഉൾപ്പെട്ടവ തന്നെ. അവയെ സംഹരിക്കുന്നത് ധർമ്മമല്ലെന്ന് സാരം. അപ്പോൾ നെഗറ്റീവ് എനർജി വെച്ചിട്ട് ഭാഗവതം കേട്ടിട്ട് ഭാഗവതം ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. ഞാൻ എന്തുകൊണ്ടാണ് സ്വമേധയാ ഈ സംരംഭത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ വശക്കേടുകളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന പണം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ എൻ്റെ ഗുരുനാഥൻ്റെയും എൻ്റെ അഭിവന്ദ്യ പിതാവിൻ്റെയും അനുഗ്രഹം എന്നെ കാത്തുരക്ഷിച്ചിട്ടുണ്ട്. ഇനി 8ാമത്തെ ശ്ലോകം കേൾക്കുക. ഏതേ ത്വാം സംപ്രതിക്ഷന്തേ സ്മരന്തോ വൈശസം തവ സംപരേതം അയക്കൂടെ ചിന്തന്ത്യുദ്ധിതമന്യവാം. അങ്ങയുടെ കഠിന കർമ്മത്തെ ഓർക്കുന്നവയായ ഇവകൾ സൂക്ഷ്മാവസ്ഥയിൽ അങ്ങയെ പകരം വീട്ടാൻ വേണ്ടി കാത്തിരിക്കാന്നാണ് പറഞ്ഞത്. ഇവ അങ്ങയെ കാത്തു നിൽക്കുന്നു. എന്തിന്? ഉജ്ജ്വലിക്കുന്ന ക്രോധത്തോടു കൂടിയവരായിട്ട് മരിച്ചിരിക്കുന്ന അങ്ങയെ ഇരുമ്പ് കൂടങ്ങൾ കൊണ്ട് ഛേദിക്കുവാൻ വേണ്ടിയിട്ട് എന്നാണ് പറയണത്. ഇത് പേജ് 527 നമ്മൾ മറക്കാൻ പാടില്ല. 527 എന്താ പറയുക, അഹിംസ എന്ന് എഴുതാം നമുക്ക്.
അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എന്താ? ഇവ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനായിട്ടാണെന്നറിയാമോ? അങ്ങ് അവയുടെ നേരെ പ്രവർത്തിച്ചതായ ആ ഘോരകർമ്മങ്ങളെ ആലോചിച്ചും കൊണ്ട് അങ്ങയെ കാത്തു നിൽക്കുകയാകുന്നു. ഈ സ്ഥൂല ശരീരം വിട്ട് പരലോകത്ത് ചെല്ലുന്ന അങ്ങയെ ഉജ്ജ്വലിക്കുന്ന ക്രോധത്തോടുകൂടിയ അവയുടെ ഇരുമ്പ് പോലെ കഠിനങ്ങളായ കൊമ്പുകൾ കൊണ്ട് കുത്തിത്തുളച്ച് ചിഹ്ന ഭിന്നമാക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാകുന്നു. യാഗത്തിൽ ചെയ്യുന്ന പശുഹിംസ ഹിംസയല്ലെന്ന് വേദത്തിൽ കാണുന്ന വിധി പൂർവപക്ഷമാണ്. പൂർവപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനാണ്. പ്രാണിഹിംസ സർവദാ വർജ്യമാണെന്നുള്ള സിദ്ധാന്തപക്ഷത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. പ്രാണികളെ വധം ചെയ്യരുത്. അങ്ങനെ കിട്ടുന്ന സുഖം വേണ്ടാന്ന് വയ്ക്കാൻ സാധിക്കണം. അതാണ് കുചേലോപാഖ്യാനത്തിനുള്ള ഗരിമ. അല്ലെങ്കിൽ രാമായണത്തിലെ ശബരിയുടെ തന്മയത്വം. താൻ തന്നെ കടിച്ചു നോക്കിയിട്ടുള്ള മധുരിക്കുന്ന പഴങ്ങൾ മാത്രം ശ്രീരാമചന്ദ്രസ്വാമിക്ക് അർപ്പിക്കുക ചെയ്തത്. ഇതൊക്കെ മനസ്സിലാവാണ്ട് രാമായണം വായിച്ചിട്ടും കാര്യമില്ല. ഈ 32 ദിവസം രാമായണം ഒരാൾ എത്ര രാഗവിസ്താരം ചെയ്താലും അയാളുടെയും ഇത് കേൾക്കുന്നവരുടെയും ബുദ്ധിക്ക് എത്രത്തോളം സ്ഥായിയായിട്ട് രാമൻ്റെ ഗുണഗണങ്ങളെ ആവാഹിക്കാൻ സാധിക്കുന്നുണ്ട്. അച്ഛനും അമ്മയോടുള്ള പ്രതിബദ്ധത, സഹോദര സ്നേഹം, പ്രജകളോടുള്ള താല്പര്യം, ഗുഹനെ പോലെയുള്ളവരെ ആലിംഗനം ചെയ്യാനും ജടായുവിനെ പോലെയുള്ളവരെ മടിയിൽ വെച്ച് തലോടി എന്താണെന്നാ പറയുക ആശ്വസിപ്പിക്കാനും അല്ലേ, ഹനുമാനെ ആലിംഗനം ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ആ ശ്രീരാമൻ്റെ അതിഗഹനമായിട്ടുള്ള ബുദ്ധിവൈഭവം മനസ്സിലാക്കാൻ സാധിക്കാതെ കണ്ട് രാമായണം വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഇനി 9ാമത്തെ ശ്ലോകത്തിനെ പറ്റിയിട്ട് നമ്മൾക്ക് ശ്രദ്ധിക്കാം. അത്രതേ കഥയേഷ്യേ അമും ഇതിഹാസം പുരാതനം. അത്രതേ കഥയേഷ്യേമും ഇതിഹാസം പുരാതനം പുരഞ്ജനസ്യ ചരിതം നിബോധ ഗതതോ മമ. എന്താ അതിൻ്റെ വാക്കാർത്ഥം വരുന്നത്? ഇതിൽ പണ്ടുള്ളതായ പുരഞ്ജനൻ്റെ ചരിത്രപരമായ ഈ ഇതിഹാസത്തെ അങ്ങയ്ക്കായിക്കൊണ്ട് കഥിക്കാം, പറയുന്ന എന്നിൽ നിന്ന് ധരിച്ചാലും. ഇതാണ് പറഞ്ഞത്. പുരഞ്ജനോപാഖ്യാനം നിങ്ങൾ കേൾക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുരഞ്ജനൻ്റെ കഥ വളരെ വിസ്തരിച്ചിട്ട് പറയും ഇതിൽ. അപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ഇനിയും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥിതപ്രജ്ഞ എന്നുള്ളതൊക്കെ വരും. എന്താ ഇങ്ങനെ അതിൻ്റെ ഭാവാർത്ഥം പറയണു കേട്ടോളൂ. ഇങ്ങനെ കർമ്മത്തിൽ വിരക്തിയെയും ജ്ഞാനത്തിൽ താല്പര്യത്തെയും ജനിപ്പിച്ച ശേഷം വിഷയാസക്തനായിരിക്കുന്ന രാജാവിനോട് പരമാത്മസ്വരൂപത്തെ ശരിക്ക് നേരിട്ടു പറഞ്ഞാൽ ധരിപ്പാൻ പ്രയാസമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഒരു കഥയിൽ കൂടെ തത്വോപദേശം കൊടുക്കുന്നത്. അപ്പോൾ തത്വങ്ങളാണ് നമ്മളെ പ്രതിബോധിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. വിഷയികൾക്ക് വിഷയസംബന്ധ കഥകൾ കേൾപ്പാൻ താല്പര്യമുണ്ടാകും. അതിനാൽ പരോക്ഷരൂപേണ ആത്മസ്വരൂപത്തെ ധരിപ്പിക്കുന്നതാണ് സമുചിതമെന്നുള്ള കാരുണ്യത്താൽ. അത് നാരദയുടെ കാരുണ്യാണ്. ശ്രീ നാരദമുനി പുരഞ്ജന വ്യാജേന രാജാവിന് ആത്മജ്ഞാനം കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഹേ രാജൻ, അങ്ങയ്ക്ക് പരമാത്മാവിനെ അറിവാൻ ഉപകരിക്കുന്നതായ ഒരു കഥ പറയാം. അത് പണ്ട് കഴിഞ്ഞതായ ഒരു ചരിത്രമാകുന്നു. പുരഞ്ജന ചരിത്രം എന്നാണ് ആ കഥയ്ക്ക് പേർ. അതിനെ ഞാൻ അങ്ങയോട് പറയാം. മനസ്സിരുത്തി കേൾക്കുക. അതിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന പരമാത്മ തത്വജ്ഞാനം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാകണം. അപ്പോൾ ഓരോ സപ്താഹത്തിലും പരമാത്മ തത്വജ്ഞാനം ഉൾക്കൊള്ളാതെ കണ്ട് ഇതൊരു വർഷാവർഷം നടക്കുന്ന ഒരു ഉത്സവമായിട്ട് കരുതിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഭക്തന്മാർക്കൊന്നും കിട്ടുന്നില്ലല്ലോ. 10ാമത്തെ ശ്ലോകം നോക്കൂ. ആസീത് പുരഞ്ജനോ നാമ രാജൻ ബൃഹസ്രവ
തസ്യാ വിജ്ഞാതനാമ ആസീത് സഖാ വിജ്ഞാതചേഷ്ടിതാം. എന്താ പറഞ്ഞത്? ഹേ രാജാവേ, മഹതിയായ കീർത്തിയോടുകൂടിയ പുരഞ്ജനൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു. അറിയപ്പെടാത്ത നാമത്തോടും അറിയപ്പെടാത്ത വ്യാപാരത്തോടും കൂടിയ ഇഷ്ടൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആരാ ഇഷ്ടൻ? ഭഗവാൻ. അറിയപ്പെടാത്തത് എന്നാണ് പറഞ്ഞത്. ആ ഇഷ്ടനെ അറിയണം. നമ്മുടെ ഏറ്റവും അടുത്ത ചങ്ങാതി എന്ന് പറയാൻ ഈ ബ്രഹ്മാണ്. നമ്മുടെ ഉള്ളിലാണ് അദ്ദേഹം. ഉള്ളിലേക്ക് അകക്കണ്ണൊന്ന് തുറന്നാൽ മതി. ബാഹ്യമായ കണ്ണുകളെ അടച്ച് മനസ്സാകുന്ന കണ്ണിനെ ബുദ്ധിയാകുന്ന തോട്ടി കൊണ്ടൊന്ന് വലിച്ചു നിർത്തിയാൽ മനസ്സിലാവുന്ന പ്രക്രിയയാണ് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വളരെ ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹേ രാജൻ, അങ്ങയെപ്പോലെ തന്നെ മഹാകീർത്തിശാലിയായിട്ട് ആരെ പോലെ ഈ പ്രാചീന ബർഹിസ് എന്ന് പറയുന്ന ആളെ പോലെ തന്നെ കേമനാണ് ആരെ? പുരഞ്ജനൻ. ഹേ രാജൻ, അങ്ങയെപ്പോലെ തന്നെ മഹാകീർത്തിശാലിയായിട്ട് പുരഞ്ജനൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മറ്റാരാലും അറിയപ്പെടാത്ത നാമധേയത്തോടും വ്യാപാരത്തോടും കൂടിയ ഒരു സ്നേഹിതനും ഉണ്ടായിരുന്നു. അപ്പോൾ സ്നേഹിതൻ നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയും. ആ സ്നേഹിതൻ ആരാ? എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മചൈതന്യമാണ്. ആ ബ്രഹ്മചൈതന്യത്തിൻ്റെ എന്താ പറയുക, രൂപമാണ് നമ്മുടെ മുഖത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ സദാസേവ്യ ചെയ്യുന്ന ഒരാൾക്ക് ആനന്ദചിത്തൻ്റെ ആനന്ദാനുഭൂതി സ്വന്തം മുഖത്ത് പ്രതിഫലിക്കാതെ വരില്ല. വാട്ട് മേ കം വി വിൽ സീ. ദർ ഇസ് നത്തിങ് സെക്കൻഡ്, ദർ ഇസ് നോട്ട് സെക്കൻഡ് തോട്ട് അറ്റ് ആൾ. അതാ ഞാൻ പറയാൻ കാരണം. ഭഗവാനല്ലാതെ കണ്ട് വേറൊരാൾ നമ്മളെ രക്ഷിക്കാനില്ല എന്ന ബോധം അടിയുറച്ചാൽ മതി. അപ്പോൾ പറയണോ, ഈ പുരഞ്ജനോപാഖ്യാനം ജീവാത്മ പരമാത്മസ്വരൂപത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. ഇതിൽ അടങ്ങിയിരിക്കുന്ന സാരം ശ്രീ നാരദ മുനി തന്നെ പ്രാചീന ബർഹിസിന് ഉപദേശിക്കുന്നുമുണ്ട്. എങ്കിലും ഇനി 4 അധ്യായങ്ങൾ കഴിഞ്ഞിട്ടാണ് സാരം പറവാൻ പോകുന്നത് എന്ന് തന്നെയല്ല. ഇതിൻ്റെ ശരിക്കുള്ള സാരം ഇനി വരുന്ന 4 അധ്യായങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതോടുകൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ കഥയുടെ ഒരു വൈഭവം നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. എല്ലാ വാക്കുകളുടെയും ഉപയോഗത്തെ നിഷ്കർഷിച്ച് പറയുകയുമില്ല. അതിനാൽ ഈ ഓരോ ശ്ലോകങ്ങളിലുമുള്ള ആത്മജ്ഞാനത്തിന് ഉപയോഗപ്പെടുന്ന ഭാഗങ്ങളെ ഇവിടെ തന്നെ അല്പാൽപ്പം പറഞ്ഞു പോകുന്നതാണ് സമുചിതം എന്ന വിചാരത്താൽ പരോക്ഷമായ സാരത്തെ പറയാം. ഇതാരാ ഇതിൻ്റെ ആഖ്യാനകൻ ആരാ? സാക്ഷാൽ കൊല്ലങ്കോട് ശ്രീ ഗോപാലൻ നായർ അദ്ദേഹം. അദ്ദേഹത്തിന് അനന്തകോടി നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഷാപിതാവായിരിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രാമാണ്യം എത്രത്തോളം മലയാളികൾക്കുണ്ടോ അത്രത്തോളം ഈ മൂലം ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ പാൽപ്പായസമായിട്ട് വെച്ചിട്ടുള്ള മഹാനെ നമ്മൾ നമസ്കരിക്കാതെ ഇരിക്കരുത്. ഈ കഥയിൽ 2 അംശമാണല്ലോ അടങ്ങിയിരിക്കുന്നത്. അതിൽ ഒന്ന് പുരഞ്ജനൻ എന്ന രാജാവിൻ്റെ കഥാസ്വരൂപം തന്നെ, മറ്റൊന്ന് ആത്മസ്വരൂപമാണ്. നമ്മുടെ ശരീരം കറുത്തതോ വെളുത്തതോ ഇരുനിറമോ എന്തോ ആവട്ടെ, രോമാവൃതമോ അല്ലയോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കഷണ്ടിയാണോ, അതൊന്നും പ്രശ്നമല്ല. അതൊരു ഭാഗത്ത്. അപ്പോൾ ഈ സൗന്ദര്യം ഉണ്ട് ഇല്ല എന്ന് പറയുന്നതായ ശരീരത്തിൻ്റെ ഉള്ളിലെ മന്മഥനായിരിക്കുന്ന ചൈതന്യമുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യമായാൽ ആരും ആരെയും മാറ്റി നിർത്താൻ പറയാൻ പറ്റില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മന്മഥൻ വിഗ്രഹത്തിൽ ചന്ദനം ചാർത്തുന്ന പോറ്റിയുടെ കഴിവാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണം. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് മുഴുവൻ. ഒരു വിഗ്രഹത്തിൽ 10 എന്താണെന്ന് പറയുക വ്യത്യസ്ത രൂപങ്ങൾ ചന്ദനം ചാർത്തി ദശാവതാര ചാർത്ത് പേരും കൊടുത്ത്
സാമാന്യ ജനങ്ങളെ പറ്റിക്കുകയാണ് നമ്മൾ ചെയ്യരുത്. മഹാഘോരമായ പാപമാണത്. അപ്പം എന്താ പറഞ്ഞത്? പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ പുരം, ശരീരം, പുരം ശരീരം, അതിനെ ജനിപ്പിക്കുന്നവൻ പുരഞ്ജനൻ, അതായത് ജീവാത്മാവ്. പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്. ദേഹാത്മബുദ്ധി നിമിത്തം ഫലകാംക്ഷയോടുകൂടെ ചെയ്യുന്ന പുണ്യപാപ രൂപകർമ്മങ്ങൾ നിമിത്തം പിന്നെയും ശരീരങ്ങളെ എടുക്കുവാൻ ഇടവരുത്തുന്നതിനാൽ ജീവാത്മാവിന് പുരഞ്ജനൻ എന്ന നാമധേയം കൽപ്പിച്ചു. ശരി, ഇനി ജീവന്റെ സ്നേഹിതൻ, ജീവനെ കർമ്മങ്ങളിൽ പ്രേരിപ്പിക്കുന്ന അന്തര്യാമിയായ ഈശ്വരൻ. ശാസ്ത്രജ്ഞാനത്താൽ ബുദ്ധിക്ക് സംസ്കാരം സിദ്ധിക്കാത്തവർ അന്തര്യാമിയായ ഈശ്വരനെയും ഈശ്വര വ്യാപാരത്തെയും അറിയാത്തതുകൊണ്ട്, അപ്പോൾ അതിനെ അറിയിപ്പിക്കുക ആരുടെ ചുമതലയാണ്? ആചാര്യൻ്റെ ചുമതലയാണ്. അപ്പോൾ അറിയാത്തത് കൊണ്ട് ജീവസഹനായ ഈശ്വരൻ്റെ പേരും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ എന്ന് സൂചിപ്പിച്ചു. ദേഹേന്ദ്രിയാന്തകരണങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളുടെ ഫലം ജീവനിൽ പ്രവേശിക്കുന്നത് കൊണ്ട് മന്ത്രികളും സൈന്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്ന യുദ്ധാദികളുടെ ജയാപജയ ഫലം നിമിത്തം രാജാവെന്ന പോലെ ജീവൻ സുപ്രസിദ്ധ കീർത്തിമാൻ എന്നതും യുക്തം തന്നെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉത്തമ രീതിയിലാവണമെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു തന്നെ ആയിരിക്കണം എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.